എന്തൊരു കഷ്ടമാണ്. എന്താണ് അയ്യപ്പ ഭക്തരോട് മാത്രം സർക്കാരും ദേവസ്വം ബോർഡും ഇങ്ങനെയൊരു നെറുകേട് കാണിക്കുന്നത്? ശബരിമല മണ്ഡലകാല മുന്നൊരുക്കങ്ങളിൽ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഗുരുതരമായ വീഴ്ച. മല കയറാൻ എത്തുന്ന ഭക്തർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല. മരക്കൂട്ടത്ത് ഭക്തരുടെ വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരി തെറ്റിച്ച ഭക്തർ കാട്ടിലൂടെ ചന്ദ്രാനന്ദം റോഡിലേക്ക് ഇറങ്ങിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇന്നലെ മാത്രം ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയത് 50,000-ലധികം പേരാണ്. We are from Vijayawada, Andhra Pradesh. The crowd is more, facilities are not good. We entered in the line night at 12 o'clock. Now they stopped many number of times. This is not good. What about the facility? Facilities not good. I am saying that only. They are diverting us to some other big routes. They are making us stop, await, unable to stand, sit. Third time I am coming. This is the last time I won't come. Don't come. No, I won't come. What is these facilities? Because of these facilities, God is there everywhere. I won't come here. This is third time and last time. Yes sir, I won't come also. Why? Because so many are feeling same life only. What is this? Facilities are not good. Why you are stopping in the line number of times? Night 12 o'clock still, darshan is not yet completed. All are stopping us. Why to stop like that? Not good. I am not happy. We are not happy, not me. So many are there. Ask many one are there. Ask him also. പണം മാത്രം ഇങ്ങ് വാങ്ങുക, പണം മാത്രം ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഇത് ഹൈന്ദവ സംഘടനകൾ ഈ ആരോപണം കൃത്യമായി തന്നെ ഉന്നയിക്കുമ്പോൾ തെളിവുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിന്നെ എങ്ങനെ ആ ആരോപണം സത്യമല്ല എന്ന് പറയാൻ സാധിക്കും? പണം മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ, ഇത് ഇന്നലെയോ ഇന്നോ അല്ല ദേവസ്വം ബോർഡും സർക്കാർ മനസ്സിലാക്കുന്നത്. മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ നട തുറക്കുന്ന സമയം അതിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ തയ്യാറായിട്ടുണ്ട് എന്നായിരുന്നല്ലോ അവകാശവാദം. കുടിക്കാൻ വെള്ളമില്ല അരുൺ. ഇന്നലെയൊക്കെ ഭക്തർ കൂരിരുട്ടിലാണ് ക്യൂ നിന്നത്. ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. വിരിവെക്കാൻ വെച്ച സ്ഥലത്ത് വെള്ളമൊഴിച്ച് അത് തടസ്സപ്പെടുത്തിയ ടീമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എത്ര നാൾ ഈ അവഗണന സഹിക്കണം? ശ്യാമ, എത്ര സങ്കടത്തോടെയാണ് അയ്യപ്പ ഭക്തൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ വിഷമം പറഞ്ഞത്. മാലയിട്ട് നോമ്പ് നോറ്റ് ഈ മല കയറി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിയതാണ്. ആ ഭക്തർ ഓരോന്നും അത് ഒരാളുടെ മാത്രം ഒരു അനുഭവമല്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഈ പലതും പേടിച്ചു പറയാതിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് എപ്പോഴും തുടരുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഗുരുതരമായ ഏറ്റവും വലിയ അലംഭാവം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഭക്തരുടെ ഭാഗത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ പമ്പയിലും നിലയ്ക്കലും ഒക്കെ തന്നെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ തന്നെ KSRTC ബസ്സിനുള്ളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് ഭക്തരെ കൊണ്ടുപോകുന്നു. നമുക്കറിയാം അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് സാധാരണ ഫെയർ സ്റ്റേജിൻ്റെ അപ്പുറത്തേക്കുള്ള അമിതമായ പണം ഈടാക്കിയാണ് ഈ ഭക്തരെ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നത്. നമുക്കറിയാം ഫ്രീ സർവീസിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തടക്കം സൗജന്യ സേവനമായി അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിടത്താണ് വരുമാനമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഇവർ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നോക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. പുലർച്ചെ 3 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും മണിക്കൂറിൽ ഭക്തരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നും ഇന്നലെയും അറിയാവുന്ന കാര്യമല്ല മണ്ഡലകാലം വരുമെന്ന്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഇത് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് അത് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു ആത്മാർത്ഥതയും ഉണ്ടായില്ല. കേവലം ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഒരു ദിവസം കോടികൾ ചിലവഴിക്കുന്ന ആ പദ്ധതിക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്തർക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇവിടങ്ങളിലൊക്കെ തന്നെയും അനുഭവപ്പെട്ടിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് തുടരുക
തുടരുകയാണ്. എന്തായാലും നാളെയും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. ഡിസംബർ 3 വരെ നിലവിൽ വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമലയിൽ തുടരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് തുടരുന്നതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, തുടക്കത്തിലുണ്ടായ വലിയ പാളിച്ചകൾ അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവലോകന യോഗം അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ സന്നിധാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തകളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.